ഇന്ന് ഞാൻ ഈ യാത്ര പോന്നിരിക്കുന്ന സ്ഥലത്തിൻ്റെ പേര് പരുന്തുംപാറ എന്നാണ്. ഇടുക്കി ജില്ലയിലെ പീരുമേട് താലൂക്കിൽപ്പെടുന്ന ഒരു ഗ്രാമപ്രദേശമാണിത്. ഇവിടുന്ന് തേക്കടിയിലേക്ക് പോകാനായിട്ട് 25 കിലോമീറ്ററേ ഉള്ളൂ. പരുന്തിൻ്റെ മുഖമുള്ള ഒരു പാറ ഇവിടെയുണ്ട്. അങ്ങനെയാണ് പരുന്തുംപാറ എന്ന പേര് വന്നത്. ഇവിടെ വൈകുന്നേരങ്ങളിൽ സാമാന്യം നല്ല തിരക്കുണ്ട്. ഇവിടെ നമ്മളിങ്ങനെ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ 4 ഭാഗത്തും മലനിരകൾ ഇങ്ങനെ കിടക്കുന്നത് കാണാം. നോക്കത്താ ദൂരത്തോളം കിടക്കുന്ന ഒരു മനോഹരമായ ഒരു കാഴ്ച തന്നെയാണ്. അങ്ങ് താഴെ കൂടെ ഐസ്ക്രീം വിൽക്കുന്ന വണ്ടിയാണ്ടാ പോകുന്നത്. ഇവിടെ നല്ല തണുപ്പാണ്, പക്ഷെ ഐസ്ക്രീം കച്ചവടം ഇവിടെ പൊടി പിടിക്കുന്നുണ്ട്. സഞ്ചാരികളുമായുള്ള വാഹനങ്ങളാണ് താണ്ടാ താഴെ കൂടെ വന്നുകൊണ്ടിരിക്കുന്നത്. വൈകുന്നേരം ആകുമ്പോൾ ഒരുപാട് വണ്ടി വരുന്നുണ്ട്. ഈ മലഞ്ചെരിവുകളിലെല്ലാം ഇതുപോലെ ചെറിയ ചെറിയ കോൺക്രീറ്റ് കൊണ്ട് കുടിലുകൾ പോലെ ഇങ്ങനെ പണിതിട്ടുണ്ട്. നല്ല ഒരു സുഖമാണ് അത് കയറിയിരിക്കാനും ഒക്കെ. ഞാനിപ്പോൾ ഈ കുന്നിൻ്റെ മുകളിലാണ് നിൽക്കുന്നത്. താഴെയൊക്കെ നല്ല തിരക്കാണ്. ഇപ്പം ഈ സ്കൂളുകളിലൊക്കെ പരീക്ഷയൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നതുകൊണ്ടാണ് ഇവിടെ ഏറെക്കുറെ ഇപ്പം തിരക്ക് കുറവ്. അല്ലെങ്കിൽ ഇവിടെയൊക്കെ എപ്പോഴും നല്ല തിരക്ക് വരേണ്ടിയാണ്. ഇനിയിപ്പം സ്കൂളൊക്കെ അടച്ചു കഴിഞ്ഞാൽ ഇവിടെ ഭയങ്കര തിരക്കായിരിക്കും മിക്കവാറും എപ്പോഴും തന്നെ. കുട്ടികളും ഒക്കെ ആയിട്ട് വരാൻ പറ്റിയൊരു സ്ഥലമാണ്. അവർക്ക് ഓടിച്ചാടി കളിക്കാനും ഒക്കെ ഇഷ്ടംപോലെ സ്ഥലങ്ങളുണ്ട്. ഇത് കണ്ടോ, കുന്നിൻ ചെരുവിലൂടെ ഇങ്ങനെ പടവുകളെല്ലാം കെട്ടി നല്ല സുന്ദരമാക്കിയാണ് ഇട്ടിരിക്കുന്നത്. സൈഡിലോട്ട് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഭയങ്കര കുഴിയായിട്ട് അങ്ങ് താഴോട്ട് ഇങ്ങനെ കാണാം. നല്ല മനോഹരമായ ഒരു കാഴ്ച തന്നെയാണ്. താഴെ മഞ്ഞ് നല്ലതായിട്ട് പൊങ്ങി വരുന്നുണ്ട്. ഒരു കാറ്റടിക്കുമ്പോഴത്തേക്കും മഞ്ഞ് പെട്ടെന്ന് അപ്രത്യക്ഷമാവും, വീണ്ടും മഞ്ഞ് കയറി വരും. താഴെ ഒരുപാട് കടകളൊക്കെ കാണുന്നുണ്ട്. ഇവിടെയൊക്കെ ചായ, കാപ്പി, ബജ്ജി, വട അങ്ങനെ ഓരോന്നൊക്കെ വിൽക്കുന്ന കടകളാണ് അതെല്ലാം. പിന്നെ ഐസ്ക്രീം, കടല. നല്ല തണുത്ത കാറ്റ് അടിച്ചോണ്ടിരിക്കുകയാണ്. ഇവിടെ വൈകുന്നേരങ്ങളൊക്കെ വന്നിരിക്കാനായിട്ട് ഭയങ്കര സുഖമാണ്. കാരണം നഗരത്തിലെ തിക്കും തിരക്കും ഒക്കെ ഒഴിവാക്കിക്കൊണ്ട് നമുക്ക് സ്വസ്ഥമായിട്ടിരിക്കാം. നല്ല കാറ്റാണ് കേട്ടോ. ഇപ്പം മഞ്ഞ് സ്വല്പം മാറി ഇങ്ങനെ നിൽക്കുകയാണ്. ഇപ്പം നമുക്ക് അങ്ങേ അറ്റത്തെ മലകളെല്ലാം കാണാം. ഇപ്പം ഞാൻ ഈ വീഡിയോ എടുക്കുന്ന ആൾക്കാർ വളരെ കുറവുള്ള ഭാഗത്തു നിന്ന് നോക്കി എടുക്കുന്നതാണ് കേട്ടോ. അപ്പുറത്തെ താഴെയും അങ്ങേ ഭാഗത്തെല്ലാം ഒരുപാട് ആൾക്കാർ ഇങ്ങനെ നിൽക്കുകയാണ്. അതെല്ലാം ഒഴിവാക്കിക്കൊണ്ട് ഞാൻ ഇങ്ങേ സൈഡിൽ നിന്നാണ് എടുക്കുന്നത്, ആള് കുറവുള്ള ഭാഗത്ത്. ഈ മലയുടെ മുകളിൽ കൂടെയൊക്കെ ബൈക്കിലൊക്കെ ഒരുപാട് ആൾക്കാർ, പിള്ളേർ ഒക്കെ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം ബൈക്ക് ഓടിച്ചെല്ലാം നടക്കുന്നുണ്ട്, പൊടിയെല്ലാം പറത്തിക്കൊണ്ട്. തെളിഞ്ഞ കാലാവസ്ഥയുള്ള സമയത്ത് നമ്മൾ ഇവിടെ നിന്ന് നോക്കിക്കഴിഞ്ഞാലേ ശബരിമലയിലെ ആ വനങ്ങൾ മുഴുവൻ നമുക്ക് ഇവിടെ നിന്ന് കാണാൻ പറ്റും. ഈ മണ്ഡലകാലമൊക്കെ ആയി കഴിഞ്ഞാൽ ഇവിടെ സാമാന്യം നല്ല തിരക്കും വരും. മകരവിളക്കിന്റെ സമയത്ത് നമുക്ക് ഇവിടെ നിന്ന് കഴിഞ്ഞാൽ മകരജ്യോതി നമുക്ക് ദർശിക്കാൻ പറ്റും. അതുകൊണ്ട് നല്ല തിരക്കായിരിക്കും. കോട്ടയം ജില്ലയിൽ ഉള്ളവർക്കൊക്കെ ഇവിടെ വരാൻ വേണ്ടി ബസ്സിനൊക്കെ ആണെങ്കിൽ ഒരു 3 മണിക്കൂർ മതി ഇവിടം വരെ വരാനായിട്ട്. ഇവിടെ പിള്ളേരെ കൊണ്ടൊക്കെ വന്നു കഴിഞ്ഞാൽ ഒരു പ്രശ്നമില്ല, നല്ല ഒരു സ്ഥലമാണിത്. മഞ്ഞ് നല്ലതായിട്ട് കയറി വരുന്നുണ്ട്. ഇപ്പൊ നമുക്ക് അങ്ങേ ഭാഗത്തെ മല ഇതൊന്നും കാണാൻ മേല. കണ്ടോ, മനോഹരമായ ദൃശ്യമാണത്. ഇതിന് അടുത്ത് തന്നെ ഉള്ള ഒരു സ്ഥലമാണ് പാഞ്ചാലിമേട്. അവിടെ ഇന്നിപ്പോ പോകാനായിട്ട് നമുക്ക് സമയമില്ല. ഇപ്പം സന്ധ്യയാറായി. എനിക്ക് തോന്നുന്ന ഇതിനെക്കാട്ടിലും കുറച്ചും കൂടെ തണുപ്പ് കൂടുതൽ പാഞ്ചാലിമേട്ടിലാണെന്ന് എനിക്ക് തോന്നുന്നു. ഞാൻ അവിടെ നേരത്തെ 2-3 പ്രാവശ്യം പോയതാണ്. മലനിരകൾക്ക് മുകളിലേക്ക് അസ്തമന സൂര്യന്റെ കിരണങ്ങൾ തട്ടി നല്ല മനോഹരമായിട്ട് നിൽക്കുന്ന ഒരു കാഴ്ച കണ്ടോ. സൂര്യൻ
സൂര്യൻ പടിഞ്ഞാറൻ ചക്രവാളത്തിലേക്ക് നീങ്ങും തോറും ഇവിടെ തണുപ്പ് കൂടുകയാണ്. മലനിരകളെല്ലാം മഞ്ഞിൽ പുതച്ചു കഴിഞ്ഞിരിക്കുകയാണ്. ഇതുപോലെയുള്ള മനോഹരമായ കാഴ്ചകളെ നമ്മൾ എത്ര സമയം നോക്കി നിന്നാലും നമുക്ക് മതിയാകില്ല.